ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ എൻ്റെ വിഷയം നമ്മൾ ഡോക്ടർ ഒ പി രാധാകൃഷ്ണനെ കുറിച്ചും ഒക്കെ തന്നെയാണ്. അതായത് ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ ഇന്ന് കോഴിക്കോട്ട് വെച്ച് ഇന്ന് അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടുകയുണ്ടായി. അദ്ദേഹത്തെ നാളെ ഇതിനിടയ്ക്ക് അദ്ദേഹം അത് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്ത് സ്റ്റോറി കേട്ടിരുന്നു. അതിന് ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് അത് ഇന്ന് ഏറ്റുവാങ്ങാൻ പോയിരുന്നു. അത് പോയത് വേറെ നമ്മൾ ആരതിപ്പൊടിയും കൂടി ഉണ്ടായിരുന്നു. ആരതിപ്പൊടി അവർ രണ്ടുപേരും കൂടി ആണ് അവാർഡ് ദാന ചടങ്ങിലേക്ക് പോയത്. അതെല്ലാം അടിപൊളിയായിരുന്നു. എന്ത് തന്നെ ആയിരുന്നാലും അവർ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നതൊക്കെ ഒരു രസം തന്നെയായിരുന്നു. അങ്ങനെ അവാർഡ് ദാനം നമ്മുടെ ബോച്ചയാണ് അവാർഡ് കൊടുത്തത്. അതായത് ചെമ്മണ്ണൂർ ജുവലറിയുടെ ഓണർ പുള്ളിക്കാരനും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആളുടെ ഒരാളാണ് ബോച്ചെ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു സാമൂഹിക പ്രവർത്തകരെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇപ്പോഴും. കാരണം 10 പേർക്ക് നന്മ ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഒരിക്കലും അവർ ഇനി എന്തൊക്കെ ഇത് ചെയ്താലും, കാരണം അവർ ഒരു 10 പേർക്ക് നന്മ ചെയ്യുന്നവരെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. അവര് ഒരു വലിയ ഒരു ഇതാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ആണ് അവാർഡ് നമ്മൾ ഡോക്ടർ ഒ പി രാധാകൃഷ്ണന് കൊടുക്കുന്നതും. അവാർഡൊക്കെ വാങ്ങിച്ച ഒരു പുള്ളിക്കാരൻ അവിടെ ഇരിക്കുമ്പോൾ അവാർഡിന് മുമ്പേ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അനൗൺസ്മെന്റ് ഓരോ കാര്യങ്ങൾ ആർക്കായിരിക്കും ഈ വർഷത്തെ സ്പേസിനുള്ള അവാർഡ് കിട്ടുന്നതെന്ന് ചോദിച്ചു. കാരണം ഈ കുറെ വർഷങ്ങളായില്ലേ, ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ തന്നെയാണ് ഈ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും കാണുന്ന സത്യമാണത്. അപ്പോൾ പുള്ളിക്കാരനായിരുന്നു ഈ വർഷത്തെ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു അവാർഡ് കൂടെ. അപ്പോൾ അദ്ദേഹം അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ ആരതിപ്പൊടി ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആരതിപ്പൊടിയുടെ ഒരു തമാശയൊക്കെ ഉണ്ടായിരുന്നു അതിൽ. നല്ല രസമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ അവാർഡൊക്കെ മേടിച്ച് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ചാനലുകാരൊക്കെ കൂടി സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത്രയും വർഷമായിട്ടും ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ എന്താ തന്നെയാണല്ലോ അവാർഡ് കിട്ടിയത്, അതിന്റെ രഹസ്യം എന്താണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോഴും എന്നെ പലരും ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും നിങ്ങളൊക്കെ വന്ന് എൻ്റെ ഇത് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നില്ലേ, അത് തന്നെ എനിക്ക് ഒരു വലിയ സന്തോഷമാണ്. കാരണം 2 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ബിഗ് ബോസ് ഇല്ല ഒരു ഇത്. കാരണം ബിഗ് ബോസിൽ സാധാരണ ഇറങ്ങിക്കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ അവരുടെ എല്ലാം ഇതൊന്നും മാറുകയാണ്. പക്ഷെ എന്നെ ഇതുവരെ നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ പറയുന്നു, അതൊന്നും ഞാൻ ഇത് എടുക്കില്ല. കാരണം വെച്ചാൽ കുറച്ച് പേർക്ക് ഇതാണ് ജോലി. അവർക്ക് ഈ നെഗറ്റീവ് വിളമ്പിയാണ് അവർ ഓരോ ദിവസം തള്ളി നിൽക്കുന്നത്. അപ്പോൾ ആരെങ്കിലും അവർക്ക് നെഗറ്റീവ് പറയണം. പക്ഷെ എന്റെ മുമ്പിൽ വന്ന് നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചപ്പാക്കുട്ടി അടിച്ച് കറക്കുമെന്നാണ് പറയുന്നത് ഡോക്ടർ പറഞ്ഞു. കാരണം ശരിയാണ്. കാരണം നമ്മളെ മുമ്പിലായിരുന്നാലും ശരി, നമ്മള് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് ഇതിലൊക്കെ പറയുമ്പോഴേ ഒരു നെഗറ്റീവ്സ് വിളമ്പുന്നതിന് ഒരു മര്യാദ വേണ്ടി. കാരണം അദ്ദേഹം ഒരുപാട് അനുഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാന്നുള്ള കേസാണ്. ഒരു 2 വർഷം കൊണ്ടായി ഇറങ്ങിയതിന് മുമ്പേ തുടങ്ങിയതാണ്. ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഈ കേരളം കണ്ട ഏറ്റവും വലിയ, കേരളം എന്നല്ല ഇന്ത്യ ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ലോകം കണ്ട ഏറ്റവും ഡിഗ്രേഡ് അനുഭവപ്പെട്ട ഒരു വ്യക്തി എന്ന് എനിക്ക് പേരെടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ. എവിടെ പോയാലും അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർ തന്നെ കൂടുതലും. ഇങ്ങനെ ഇപ്പൊ തുടരെ ഒരു 2 വർഷം കൊണ്ട് ഇങ്ങനെ ഒരാള് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയെന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ അയാൾ പുള്ളിക്കാരൻ പറയുന്നത് ചോദിച്ചപ്പം പറയുന്നു, ഇത് ഡിഗ്രേഡ് ചെയ്യുന്ന ഇതല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതൊക്കെ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇതേപോലെ വളരെ മോശമായിട്ടുള്ള രീതികൾ, നമ്മുടെ ഹരാസ് ചെയ്യുന്ന രീതികളിൽ നമ്മളെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതാ ഞാൻ പറയുന്നത്. അല്ലാതെ ഹെൽത്തി ആയിട്ടൊക്കെ ഉള്ള ഞാൻ എന്തെങ്കിലും വല്ലതും ചെയ്യണമെങ്കിൽ ഞാൻ അത് തിരുത്തും. എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ നമുക്ക് തിരുത്താം. എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ട്, ഞാൻ ഒരു ഒരു കേസിലെ പ്രതിയോ ഒരു കൊലക്കാരനോ ഒന്നുമല്ല. ഞാൻ എന്താ കൂടെ തെറ്റ് ചെയ്തതെന്നാണ്. ശരിയാണ്, അത് എന്ത് തെറ്റാണ്. ഞാൻ പലപ്പോഴും ഇവരൊക്കെ ഇങ്ങനെ ഈ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോഴേ അവൻ ഇങ്ങനെയാണ് അവൻ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താണ് തെറ്റ് ചെയ്തത്? എവിടെയാണ് അദ്ദേഹം മിണ്ടുന്നത്? ഒരു സ്ഥലത്തും അദ്ദേഹം ഇതിനെതിരെ ഒന്നും മിണ്ടാൻ പോലും വരുന്നില്ല. ആ മിണ്ടാൻ പോലും വരാത്ത ഒരു മനുഷ്യനെ
എന്തിനിങ്ങനെ പറയുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു. അതാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ വിജയവും അതാണ്. കാരണം ഇവർ പറയും തോറും ആൾക്കാർ ഇദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ അറിയുന്നുണ്ട്, കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അത് ഞാൻ അതാണ് പറയും, ഒരു മനുഷ്യനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ തിരിച്ചു വരുമെന്ന് പറയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് തിരിച്ചാണ്. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അപ്പോഴും അത് പറഞ്ഞ് അവരെ എന്തെങ്കിലും പറയാതെ എനിക്ക് കിടന്ന ഉറക്കം വരില്ല. അതാണ് ഞാൻ പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയണമെന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ ഇത്രയ്ക്ക് കാരണം ആരോടും എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അദ്ദേഹത്തിന് വന്നു, ഒരു മനുഷ്യനോട് അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹത്തിനുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞത്. ഇപ്പൊ എന്നാ പിന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഗ്രേഡിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ കല്യാണം എന്തായാലും ഞങ്ങൾ നേരത്തെ എല്ലാ പുള്ളിക്കാരെ ഇപ്പോഴും വിട്ടു പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കല്യാണത്തിന് 7 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിന് മുമ്പേ ഞങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യുകയുള്ളൂ. ബാക്കിയെല്ലാം റെഡിയാണ്. കല്യാണം എന്തായാലും മണ്ഡപം ബുക്ക് ചെയ്ത് എല്ലാം റെഡിയാണ്. എല്ലാം ബുക്കിംഗ് കഴിഞ്ഞു. ഞങ്ങൾ പറയും. കാരണം ശരിയാണ്, അദ്ദേഹം പറയാതിരിക്കുന്നതാണ് ഏറ്റവും പ്രത്യേകം. ഈ സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി, അതിനു മുമ്പേ ഒന്നും പറയണ്ട. അവസാനം ഇതിൽ പറഞ്ഞാൽ മതി, അല്ലാതെ നേരത്തെ കൂട്ടി പറയേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം അനുഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തെ മുടക്കാനും പിടിക്കാനും ഒക്കെ നടന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ എന്തൊക്കെ പ്രാക്കുകളും എന്തൊക്കെ അദ്ദേഹം അനുഭവിച്ചെന്ന് നമുക്ക് തന്നെ അറിയാം. കാരണം നമ്മൾ ഇതിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് അറിയാം. ഇങ്ങനെയൊക്കെ ഓരോ വ്യക്തിഹത്യകളും മറ്റതും മറിച്ചതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നിയിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടായി. അദ്ദേഹത്തെ ഒരുപാട് പേര് ഹരാസ് ചെയ്യുന്നത് കാണുമ്പോൾ. കാരണം ഇതൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇനി ഒരു ദിവസം ഇനിയും അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടട്ടെ, ഇനിയും അദ്ദേഹം ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ആരതിപ്പൊടി ഉണ്ടായിരുന്നു. ആരതിപ്പൊടി ചോദിച്ചു എന്താണ് കണ്ണ് നിറഞ്ഞെന്ന്. കണ്ണ് നിറഞ്ഞു കണ്ട അല്ല, എനിക്ക് അങ്ങനെയല്ല. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ ഇത്രയും ഡിഗ്രേഡ് ചെയ്തിട്ടും ഇത്രയും പേര് ഡിഗ്രേഡ് ചെയ്തിട്ടും അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു അവാർഡ് കിട്ടുമ്പോൾ ഏതൊരു അവാർഡും ഒരു അംഗീകാരം കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതാണ് ഒരു ആനന്ദ കണ്ണീരാണി എന്നാണ് ആരതിപ്പൊടി പറഞ്ഞത്. കാരണം ശരിയാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കാരണം അദ്ദേഹം ഈ മനുഷ്യനൊന്ന് ആലോചിച്ചു. പുള്ളിക്കാരന് ഇതൊന്നും അല്ല, ഇനി ഇതിന്റെ വലിയ വലിയ അവാർഡുകൾ അദ്ദേഹത്തിന് വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സിനിമയിലൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു സിനിമയിൽ അദ്ദേഹം ഇപ്പോ അവാർഡുകളൊക്കെ സിനിമയിൽ വാങ്ങുമായിരുന്നു. ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും ഒരു സംസ്ഥാനത്ത് പുതുമുഖ നടനൊക്കെ അവാർഡ് കൊടുക്കൂലേ, ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തിനായിരിക്കും അവാർഡ്. അത് ഉറപ്പിച്ച് ഞാൻ പറയാം. ആ വർഷത്തെ പുതുമുഖ നടനുള്ള അവാർഡ് അല്ലെങ്കിൽ സംസ്ഥാന അവാർഡ്, ഇത് രണ്ടിലേതെങ്കിലും ഒരു അവാർഡ് അദ്ദേഹം ആദ്യത്തെ വർഷം തന്നെ അദ്ദേഹം വാങ്ങും, എനിക്ക് ഉറപ്പാണ്. കാരണം അതിനുള്ള ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട്. സിനിമയിലൊക്കെ അഭിനയിക്കാനുള്ള നല്ല ക്വാളിറ്റിയുമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഡോക്ടർ ഒ. രാധാകൃഷ്ണൻ എന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം ഒരു അവാർഡ് ദാനം നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം ഇന്നും നമുക്കിപ്പോ കുറെ ദിവസമായി ഒരു ഡോക്ടർ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് ദിവസങ്ങളായി. എനിക്കതൊരു വീഡിയോകളൊക്കെ എനിക്കെന്നും ഡോക്ടറെ വീഡിയോകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് ഒന്ന് ചെയ്തത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഡോക്ടറെ ഇപ്പം ഇത് സന്തോഷം കണ്ടപ്പോൾ വളരെ സന്തോഷം. നിങ്ങൾക്കും ഒക്കെ സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അവാർഡ് ഇന്ന് ഡോക്ടർ ഒ. രാധാകൃഷ്ണൻ വീണ്ടും അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്നെ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്നെ സബ് ചെയ്യുക. നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക. ഒരുപാട് പേര് എന്നെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവരാരും എന്നെ സബ് ചെയ്യുന്നില്ല. അല്ല, കണ്ട് നിങ്ങൾ പോകുന്നേ ഉള്ളൂ. ലൈക്കൊക്കെ അടിക്കുക. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. വേറെ ഇനി ഒരു വീഡിയോയുമായി വരുന്നവരെ സന്തോഷമായിട്ടിരിക്കൂ എന്ന് ആശംസിച്ചുകൊണ്ട് ഡോക്ടറെ ആരതിപ്പൊടി നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും എപ്പോഴും. കല്യാണത്തിനൊക്കെ നമ്മളെയൊക്കെ വിളിക്കൂ. നമ്മളെയൊന്നും അറിയത്തില്ലല്ലോ, പിന്നെ അങ്ങനെ വിളിക്കുമല്ലേ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കും, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.